5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കണ്ണൂർ കൊമ്പൻ്റെ കണ്ണുനീർ. വെട്ടിന് വെട്ട്, അടിക്കടി, തല്ലിന് തല്ല്, നാക്കിന് നാക്ക്, പല്ലിന് പല്ല്, പുല്ലിന് പുല്ല്, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എതിരാളി എന്തൊക്കെ ചെയ്യുമോ, എതിർ പാർട്ടി എന്തൊക്കെ ചെയ്യുമോ അതിൻ്റെ 10 മടങ്ങ്, 1-ന് 10, 10-ന് 100, 100-ന് 1000 എന്ന കണക്ക് അടിച്ചിരിക്കും, തിരിച്ചടിക്കും. അങ്ങനെ കൊമ്പനായിട്ട് വന്ന ആളാണ് കെ സുധാകരൻ. എനിക്ക് വലിയ റെസ്പെക്റ്റുള്ള ആളാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും മന്ത്രിയായിരുന്നപ്പോഴും രാഷ്ട്രീയ നേതാവ് ഒരു ഒന്നൊന്നര കൊമ്പനാണ്. ജിമ്മിലൊക്കെ പോകുന്ന വളരെ സത്യസന്ധനായ, താങ്കൾ RSS ആണെന്ന് വെച്ചാൽ അതേ ഞാൻ RSSൽ പോയാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നിഷ്കളങ്കനായ നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ വന്ന സമയം ഒരു അന്തരാള ഘട്ടത്തിലാണ് കോൺഗ്രസ്സിൽ വരുന്നത്. ഒരുപാട് ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ. പക്ഷേ അദ്ദേഹം ചാർജ് എടുത്തു, KPCC പ്രസിഡൻ്റായി, പ്രതിപക്ഷ നേതാവായി VD സതീശൻ വരുന്നു, വലിയൊരു ഇക്വേഷൻ ഉണ്ടായി. നമ്മുടെ MM ഹസൻ അവർ UDF കൺവീനർ, അത് വലിയൊരു ടീം അങ്ങനെ വന്നു. അപ്പോൾ തന്നെ സുധാകരൻ പറഞ്ഞു ഇത് സെമി കേഡർ പാർട്ടിയാക്കും. ആദ്യം അതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു. പിന്നെ അത് കേഡർ പാർട്ടിയാക്കുക. അപ്പോൾ കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടിയാക്കുക, ആദ്യം സെമി കേഡറാക്കുക, പിന്നെ കേഡറാക്കുക. ബൂത്ത് തലത്തിലുള്ള പരിപാടികൾ, ബൂത്ത് തല സമ്മേളനങ്ങൾ, ബൂത്ത് തല ചുമതലകൾ, ബൂത്ത് തല സംഗമങ്ങൾ, വലിയ പരിപാടി നടത്തി. അങ്ങനെ പാർട്ടിയെ തലങ്ങും വിലങ്ങും പിടിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, കണ്ണൂരിൽ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളോട് മത്സരിച്ച് അല്ലെങ്കിൽ അവരോട് വെല്ലുവിളിച്ചിട്ടാണ് കെ സുധാകരൻ്റെ ജീവിതം മുഴുവൻ. അപ്പോൾ തോക്കുകൊണ്ട് നടക്കേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ വലിയ ചുറ്റും ആളുകൾ വേണം. അപ്പോൾ കാരണം അദ്ദേഹം അത്ര വല്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനൊക്കെ വില പറഞ്ഞ കാലം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൻ്റെ വിശദാംശം എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള വലിയ ഒരു കൊമ്പനായിരുന്നു നമ്മുടെ സുധാകരൻ. അപ്പോൾ അദ്ദേഹം ജിമ്മിൽ പോകുന്നു, അദ്ദേഹം MP ആണ്. പക്ഷെ അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അതിലൊരു അനീതി, ഒരു അപശകുനം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. നേരത്തെ അത് കേട്ടില്ല, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സെക്രട്ടറി ആയിരുന്ന ആളാണ്. പിന്നെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന സണ്ണി ജോസഫിനെയാണ് KPCC പ്രസിഡന്റ് ആക്കിയത്, അത് വേറെ കാര്യം. പക്ഷേ ആദ്യം നല്ല ടീമാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം KPCC പ്രസിഡന്റ്, പുതിയ KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിനൊക്കെ പോയിരുന്നു. പക്ഷേ ഡൽഹി മീറ്റിങ്ങിന് പോയില്ല. ഇദ്ദേഹം പോയില്ല, VM സുധീരൻ പോയില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ KPCC പ്രസിഡന്റുമാരൊന്നും പോയില്ല. പക്ഷേ പല ചാനലുകൾക്കും കെ സുധാകരൻ ബൈറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എന്നെ മാറ്റിയത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡൽഹിയിൽ സ്വാധീനമുള്ളൊരു നേതാവാണ്. എനിക്ക് അസുഖമാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് MP ആയിരിക്കാൻ പറ്റുമല്ലോ. ഡൽഹിയിലൊക്കെ പോയി യാത്ര ചെയ്ത് MP ആവുമെന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ പോകണമല്ലോ. അപ്പോൾ ഡൽഹിയിലൊക്കെ പോയി യാത്ര ചെയ്യാൻ MP ആയിരിക്കാൻ എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ജിമ്മിൽ പോയതാണ്, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് അല്ലാതൊരു ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട്. അത് BJPയുമായി ചേർന്നും കളി നടത്തിയിട്ടുണ്ട്, വേറെ ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും ചേർന്ന് കളിച്ചിട്ടുണ്ട്. എന്തായാലും എന്നെ തളയ്ക്കാൻ ഒരുപാട് പേര് പല സ്ഥലത്തിരുന്ന് കളിച്ചിട്ടുണ്ട്. അതിനകത്ത് കോൺഗ്രസ്സുകാരിലെ ചിലരും കൊണ്ട് തല വച്ച് കൊടുത്തോ എന്നുള്ള സംശയം കെ സുധാകരൻ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പ്രധാനമാണ്, അദ്ദേഹം വളരെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ, ഒരു അന്തരാള ഘട്ടത്തിൽ പാർട്ടിയിൽ വന്ന് അദ്ദേഹം ആവശ്യമായ സംഘടന ചടിലമാക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചു. പിന്നെ പ്രസ്താവന നടത്തുന്നതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിലും പ്രസ്താവനയ്ക്ക് പകരം പ്രസ്താവന എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അതൊരു ഒന്നൊന്നര സുധാകരൻ ശൈലിയാണ്. ഇപ്പോൾ കരുണാകരൻ്റെ ശൈലിയുണ്ട്, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, ഓരോരുത്തർക്കും അവരവരുടേതായ ശൈലി, VK നായനാർ, പിണറായി വിജയൻ, ഓരോരുത്തർക്ക് പല നേതാക്കൾക്കും പല ശൈലിയാണ്. ചിലർ ധാർഷ്ട്യമാണ്, ചിലർ ഗൗരവമാണ്, ചിലർ നർമ്മമാണ്, ചിലർ തമാശയാണ്. ഇങ്ങനെ പല രൂപത്തിലാണല്ലോ പൊളിറ്റിക്കൽ ലീഡർമാർ വരുന്നത്. എന്തായാലും നമ്മുടെ സുധാകരൻ വളരെ മിന്നിയ ഒരു പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടൊരു മാറ്റം ആയിരുന്നു കൂടുതൽ നല്ലത്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചതുരംഗ കളിയാണ്, അത് ചെസ്സ് പോലെയൊക്കെയാണ്. അത് എപ്പം ആര് വീഴും, കുതിര വീഴാം, ആന വീഴാം, എപ്പോഴും ആരും വീഴാം. ഏത് കളത്തിലാണ് എവിടെ നിന്നാണ് അടി വരുന്നറിയില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ അടി വരും, ഉറങ്ങി എണീക്കുമ്പോൾ അടി വരും. ഒരാൾ, ഇപ്പം ഞാൻ പേര് പറയുന്നത് ശരിയല്ല, ഇതേ KPCCയിൽ തന്നെ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന് ധാരണയോടുകൂടി 3 പേരും കൂടി രാത്രി ലോഡ്ജിൽ, തിരുവനന്തപുരത്തുള്ളവരല്ല, 3 പേരും കൂടി ധാരണയായി 3 പേര് ഉറങ്ങാൻ പോയി. അന്ന് ഈ വാർത്ത അതിൽ ഒരാളെ ആക്കാനാണ് തീരുമാനിച്ചത്. തീരുമാനിച്ച കാര്യം മറ്റേയാൾ ആരോടും പറയുന്നത് രഹസ്യമായിരിക്കണം, നമുക്ക് നാളെ രാവിലെ ഇത് KPCC യോഗത്തിലെ പറയാവൂന്ന് പറഞ്ഞു. പക്ഷെ മറ്റേയാൾ എന്ത് ചെയ്തു, ഇത് അതീവ രഹസ്യമായി വളരെ പ്രമുഖമായ ഒരു പത്രത്തിൽ രാത്രി വാർത്ത ചോർത്തി കൊടുത്തു.
എന്നിട്ട് ഈ മൂന്നാമതായ, അപ്പം 3 പേരുണ്ടല്ലോ, മൂന്നാമനായ ആളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാർത്ത പത്രത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഗുണവും അദ്ദേഹത്തിൻ്റെ ജാതിയും, ഇതുവരെ അങ്ങനെ ഒരു ജാതിക്കാരൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പത്രവാർത്ത വന്നു. പിറ്റേ ദിവസം ആ പത്രവുമായിട്ടാണ് ആളുകൾ KPCC യോഗത്തിന് വന്നത്. വലിയ തർക്കമായി. തലേദിവസം ഉണ്ടായ ഒത്തുതീർപ്പെല്ലാം പോയി. ഇവർ 3 പേരും കൂടി ഇരുന്ന ഒത്തുതീർപ്പെല്ലാമായി ആരുടെ പേരിലാണോ പത്രവാർത്ത വന്ന് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്തർനാടകങ്ങൾ, ഉറങ്ങുന്നതിന് മുമ്പ് തീരുമാനിക്കുന്ന ഒരാൾ, ഉറക്കണീക്കുമ്പോൾ തീരുമാനിക്കുന്ന ഒരാൾ, ബാറ്റ് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ, ബാറ്റ് അവിടെ അവസാന ഡെസ്റ്റിനേഷൻ പോയിന്റിലപ്പോൾ വേറൊരാൾ, ഇങ്ങനെയുള്ള ഒരുപാട് ചതുരംഗ കളികൾ കൂടി ചേരുന്നതാണ് രാഷ്ട്രീയം. അതിൽ ഇപ്പോഴീ കളിയിൽ നമ്മുടെ കൊലക്കൊമ്പൻ ഒന്ന് വീണു. പക്ഷേ ആനയെ മെരുങ്ങിയാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല. ആന ആന തന്നെയാണ്.